നേരത്തെ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന തരത്തിലുള്ള വിവാദമായിരുന്നു. അത് തിരിച്ചടിയായപ്പോൾ ഇപ്പോൾ UDF-ഉം വലതുപക്ഷ മാധ്യമങ്ങളും ഈ അടുത്ത് മറ്റൊരു വിവാദമാണ് തുടങ്ങി വച്ചിട്ടുള്ളത്. അത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകളിൽ വലിയ തരത്തിലുള്ള അവ്യക്തതയുണ്ട്, ദുരൂഹതയുണ്ട്. അത് ആദ്യം ചില മാധ്യമങ്ങൾ അങ്ങനെ ഒരു വാർത്ത പുറത്തുവിടുന്നു. അതിനുശേഷം വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലുള്ള ഉപകഥകൾ ഇതേ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു. അതിലാണ് പെരുപ്പിച്ച പലതരത്തിലുള്ള കഥകൾ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി കട്ടിൽ വാങ്ങി, ബെഡ് വാങ്ങി, അതിന് ഇതിൽ നിന്ന് പണം ചിലവഴിച്ചു, മൂന്നാറിൽ പോലും റൂം എടുത്തു. ഈ കണക്കുകളിൽ തന്നെ നന്ദഗോവിന്ദം ഭജനെ പണം 8 ലക്ഷം രൂപ നൽകി. എന്നാൽ അങ്ങനെ നന്ദഗോവിന്ദം ഭജനല്ല അവിടെ നടത്തിയത്. ഇങ്ങനെ പലതരത്തിലുള്ള ദുരൂഹത സൃഷ്ടിക്കുന്ന വാർത്തകൾ അവർ തന്നെ പുറത്തുവിട്ട ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ UDF-ൻ്റെ റാലിയിലടക്കം, ജാഥയിലടക്കം ഇതേ കാര്യം തന്നെ നേതാക്കൾ ആവർത്തിച്ചു പറയുകയും ഒപ്പം തന്നെ ഇതിൻ്റെ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് നേതാക്കളുടെ പ്രസംഗങ്ങൾ ഇപ്പോൾ വാട്സപ്പിൻ്റെ വിവിധ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ നമുക്ക് ഇക്കാര്യങ്ങൾ പ്രേക്ഷകർക്ക്, കേരളത്തിലെ ജനങ്ങളോട് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള PS പ്രശാന്ത് തന്നെ ഈ നിമിഷം കൈരളി ന്യൂസിനോട് ചേരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ മുഖവുരയായി പറഞ്ഞതുപോലെ ആദ്യം നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു. പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന കാര്യം വ്യക്തത വന്നപ്പോൾ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തെ പിടിച്ചിരിക്കുകയാണ്. ഈ വാർത്തകളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? നമ്മൾ നിർബന്ധം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യമാണ് നമ്മൾ പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന്, ഇലക്ഷൻ അടുത്തിരിക്കുന്നു. ഭരണം കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സാഹചര്യം, ഇപ്പോൾ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. കൊടിമരത്തിലേക്ക് 2017 നടന്ന കൊടിമരത്തിലാണ് ഏറ്റവും കൂടുതൽ കൊള്ള നടന്ന് അതിൻ്റെ അന്വേഷണത്തിലേക്ക് പോകുന്നു. ഈ സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൽ കയറി പിടിച്ചിരിക്കുന്നത്. വന്നിരിക്കുന്ന പ്രചരണം എന്താ? അയ്യപ്പ സംഗമത്തിൽ ധൂർത്ത് നടന്നിരിക്കുന്നു, വ്യാപകമായ അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് പ്രചരണം നടക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ ധരിപ്പിച്ചിരുന്നത് എന്താ? തീർച്ചയായിട്ടും സ്പോൺസർഷിപ്പ് വഴി ആണ് നമ്മളിത് സംഘടിപ്പിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾക്ക് വേണമെങ്കിൽ, ദേവസ്വം ബോർഡിന് വേണമെങ്കിൽ ഇത് സ്പോൺസർഷിപ്പ് ഇല്ലാതെ നടത്താൻ കഴിയുമായിരുന്നു. നമ്മുടെ ഫണ്ടിൽ നിന്ന് തന്നെ ഇത് നടത്താൻ കഴിയുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇത്തരം പരിപാടികൾ നടത്തുന്നതിന് റിലീജിയസ് കൺവെൻഷൻസ് ആൻഡ് ഡിസ്കോഴ്സസ്, മതപരമായ സമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും എന്നൊരു ഹെഡിൽ 5 കോടി നമുക്ക് വകയിരുത്തിയിട്ടുണ്ട്. അത് എത്ര വേണോ വകയിരുത്തിയിട്ട്, ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ട് നമുക്ക് അതിൻ്റെ പേരിൽ വേണമെങ്കിൽ ദേവസ്വം ബോർഡിൽ നിന്ന്, ഫണ്ടിൽ നിന്ന് തന്നെ എടുത്ത് നടത്താവുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശം അതല്ല. പരമാവധി ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്ന് എടുക്കേണ്ട, പകരം നമുക്ക് സ്പോൺസർഷിപ്പായി കണ്ടുപിടിക്കണം. അങ്ങനെ സ്പോൺസർഷിപ്പായി കണ്ടുപിടിച്ച് ഇത് നടത്തുമെന്നാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചത്. പരമാവധി സ്പോൺസർഷിപ്പ് കണ്ടുപിടിച്ച് നടത്തുമെന്നുള്ള മട്ടിലാണ്. എന്താ സ്ഥിതി എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് ഏതാണ്ട് 6 കോടി രൂപ വരെ സ്പോൺസർഷിപ്പ് വന്നു. പക്ഷേ പിന്നീട് ഈ സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ പിന്നീട് സെപ്റ്റംബർ 20 അയ്യപ്പ സംഗമം. ഈ പോറ്റി ഈ അയ്യപ്പ സംഗമത്തെ പൊളിക്കുവാനും അയ്യപ്പ സംഗമത്തെ തകർക്കുവാനും വേണ്ടിയിട്ടൊരു ആസൂത്രണം നടത്തിയല്ലോ. പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ ചേർന്നിട്ട് ഒരു ആസൂത്രണം നടത്തിയല്ലോ. ആ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ സ്വർണ്ണ വിവാദം, താങ്ങുപീഠം അവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേരിലാണല്ലോ ഈ ഒരു വിവാദം വരുന്നത്. അങ്ങനെയാണല്ലോ ബഹുമാനപ്പെട്ട കോടതി ഇത് അന്വേഷിക്കാൻ പറയുന്നത്. അവിടെ നിന്നാണ് ഈ സത്യത്തിൽ ഈ സ്വർണ്ണ കൊടിമരം, സ്വർണ്ണ 2019 ഈ വിഷയമൊക്കെ വരുന്നത്. എന്തായാലും ആ വിവാദം വന്നതിന് ശേഷം കുറേ സ്പോൺസർമാർ പിന്മാറി. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 4-4.5 കോടി സ്പോൺസർഷിപ്പേ കിട്ടിയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുവരെ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെയും ദേവസ്വം ബോർഡിൽ നിന്നും 1 രൂപ പോലും നമ്മൾ എടുത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മതപരമായ സമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും എന്ന ഹെഡിൽ നിന്നും സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു അഡ്വാൻസ് എടുത്തു. കാരണം നമ്മളൊരു ഏജൻസി ഏൽപ്പിച്ചല്ലോ. ആ ഏജൻസിക്ക് കാര്യങ്ങൾ നടത്തണമെങ്കിൽ പൈസ വേണ്ടേ? കാരണം സ്പോൺസർഷിപ്പ് എന്തായാലും വളരെ പിന്നീടല്ലേ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഹെഡിൽ നിന്നും ഒരു 5 കോടി രൂപ ദേവസ്വം കമ്മീഷണറുടെ അക്കൗണ്ടിലേക്ക്, എല്ലാ അക്കൗണ്ടുകളും, ക്ഷേത്രങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളും കൈകാര്യം ചെയ്യുന്നത് ദേവസ്വം കമ്മീഷണറുടെ അക്കൗണ്ടാണ്. എന്നാലും അയ്യപ്പ സംഗമത്തിനായി ഒരു പ്രത്യേക അക്കൗണ്ട് തുറന്ന്, ദേവസ്വം കമ്മീഷണറുടെ പേരിൽ തുറന്ന്, അതിലേക്ക് ഈ 5 കോടി രൂപ ആ ഹെഡിൽ നിന്ന് ഇങ്ങോട്ട് വക മാറ്റുന്നു. എന്നിട്ട് ആ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കമ്മീഷണറുടെ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് മതപരമായ സമ്മേളനങ്ങൾ എന്ന ഹെഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് മാറ്റി 5 കോടി രൂപ മാറ്റുന്നു. സ്പോൺസർഷിപ്പ് വരുന്ന മുറയ്ക്ക് ഇത് തിരിച്ച് റിക്യൂപ്പ് ചെയ്യും എന്ന് കൃത്യമായി എഴുതുകയും അങ്ങനെ മാറ്റുകയും ആ ഫണ്ടിൽ നിന്നും നമ്മൾ 3 കോടി രൂപ എടുത്ത് ഇതിലേക്ക് നമ്മൾ ഏജൻസിക്ക് കൈമാറുകയും ചെയ്തു. പക്ഷേ കൃത്യമായി 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ധനലക്ഷ്മി ബാങ്കിൽ നിന്നും 2 കോടി രൂപയും കേരള ബാങ്കിൽ നിന്നും 1 കോടി രൂപയും വന്നപ്പോൾ തന്നെ ഈ എമൗണ്ട്
തിരിച്ച് റിക്യൂപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം സത്യത്തിൽ ഇപ്പോൾ ഈ നിമിഷം വരെയും ദേവസ്വം ബോർഡിൽ നിന്ന് 1 രൂപ നമുക്ക് ചിലവായിട്ടില്ല. പിന്നെ അദാനി പോർട്സിൽ നിന്ന് 1 കോടി രൂപയും കൂടി ഇപ്പോൾ വരും. അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു, 2 ദിവസത്തിനകം അതും കൂടെ വരുമ്പോൾ സത്യത്തിൽ നമുക്ക് പിന്നെ 1 കോടി രൂപ സത്യത്തിൽ മിച്ചം കിടക്കുകയാണ്. പിന്നെ ഇതിൽ എന്തൊക്കെ പ്രചരിപ്പിക്കുന്നവർ? മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങി. എന്തൊക്കെയാണ് ഈ പ്രചരണം? നോക്കൂ, ഫർണിച്ചർ ആൻഡ് മിസലീനിയസ് ഫോർ ഓഫീസ് കോംപ്ലക്സ് ആൻഡ് ഗസ്റ്റ് ഹൗസ്, അതിൻ്റെ ഹെഡിൽ ഒരു 3,83,000 രൂപയ്ക്ക് ഫർണിച്ചറും പിന്നെ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇത് തിരുവനന്തപുരം നഗരത്തിലോ പത്തനംതിട്ട നഗരത്തിലോ അല്ല ഈ അയ്യപ്പ സംഘം സംഘടിപ്പിച്ചത്. നമ്മൾ സംഘടിപ്പിച്ചത് എവിടെയാണ്? പമ്പയിലാണ്. പമ്പയിൽ പരിമിതമായ സൗകര്യങ്ങളാണ്. ഒരു നല്ല ഷെഡില്ല, നല്ല താമസ സൗകര്യമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ധൂർത്തെന്ന് പറയുന്നത് സത്യത്തിൽ അവിടെ സമ്മേളനത്തിനൊരു വലിയ പന്തൽ നമ്മൾ കെട്ടി, ആഹാരം കഴിക്കുവാൻ വേണ്ടി ഒരു വലിയ പന്തൽ കെട്ടി, കാരണം വേറെ ഒന്നും ഇല്ല അവിടെ. പിന്നെ 2 സെമിനാറുകൾക്ക് വേണ്ടി പന്തലുകൾ കെട്ടി. ഈ പന്തലുകൾ നമുക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് സത്യത്തിൽ 3.5 കോടി രൂപ നമുക്ക് ചിലവായത്. അതുമാത്രമേ ഉള്ളൂ. അതല്ലാതെ ബാക്കിയുള്ള ഭക്ഷണത്തിനൊക്കെ അതൊക്കെ നോർമലായിട്ടുള്ള ചിലവുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഉള്ള ചിലവെന്ന് പറയുന്നത്. പക്ഷേ പ്രചരിപ്പിക്കുന്നത് എന്താ? മുഖ്യമന്ത്രിക്ക് വേണ്ടി 1.5 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങി. എന്തൊരു പ്രചരണമാണ്! ഫർണിച്ചർ, ഓഫീസ് കോംപ്ലക്സിന് വേണ്ടി ഫർണിച്ചറും ഒക്കെ വാങ്ങിയതിൻ്റെ ഒരു ചിലവാണ് 3,83,00,000 നിലയ്ക്കൽ. പ്രശാന്ത്, ഈ പർപ്പസ്ഫുള്ളി പറയുന്നത് മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കിടക്കാൻ വേണ്ടി മാത്രം 1.5 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങിയെന്നും പിന്നെ ആ കട്ടിൽ കണക്കിലില്ല എന്നുമാണ്. ഇപ്പോൾ അല്പം മുമ്പ് തന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി പ്രചരിപ്പിക്കുന്നതിലെല്ലാം വ്യക്തിപരമായി മുഖ്യമന്ത്രി ആക്രമിക്കുന്ന തരത്തിൽ ഇത് ട്രോളായി പരമാവധി പ്രചരിപ്പിക്കാനുള്ള ശ്രമവും അവർ നടത്തുന്നുണ്ട്. അതിലാണ് വ്യക്തത വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ സ്വാഭാവികമായും ഇലക്ഷൻ ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തമാണ് ഈ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത്. 3,83,000 രൂപ ഓഫീസ് കോംപ്ലക്സിനും മരാമത്ത് ബിൽഡിങ്ങിനും വേണ്ടി ഫർണിച്ചർ വാങ്ങിയതാണ്. ഞാൻ ചോദിക്കുന്നു, ഈ വിജയൻ അസോസിയേറ്റ്സ് കൊടുത്ത റിപ്പോർട്ടിലോ അല്ലെങ്കിൽ വിജയൻ അസോസിയേറ്റ്സിൻ്റെ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറി, ഇനി സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിലേക്ക് കൈമാറിയതിലോ ഏതെങ്കിലും ഒരു വാക്ക്, ഒരു വരി മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയതിന് വേണ്ടി 1.5 ലക്ഷം രൂപ ചിലവായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പണി ഇവിടെ നിർത്തും. അങ്ങനെ ഒരു വാക്ക് പോലുമില്ല. അപ്പം ഫർണിച്ചർ വാങ്ങി, ഓഫീസ് കോംപ്ലക്സിന് വേണ്ടി ഫർണിച്ചർ വാങ്ങി, ഗസ്റ്റ് ഹൗസിന് വേണ്ടി ഫർണിച്ചർ വാങ്ങി എന്ന വാക്കിനെ ഘടകവിരുദ്ധമായി, സദ്യവിരുദ്ധമായി, വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. 1.5 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങി എന്നുള്ളത്. അത് മാത്രമല്ല, കിടക്കകൾ വാങ്ങി, ശരിയാണ്. കാരണം പിന്നെ അവിടെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. 100 ദേവസ്വം ഉദ്യോഗസ്ഥർ അവിടെ 2-3 ദിവസം കിടക്കേണ്ടി വന്നു. പോലീസ് ഉദ്യോഗസ്ഥർ നിലയ്ക്കലും പമ്പയിലുമായി കിടക്കേണ്ടി വന്നു. ഒരു 100 കിടക്കകൾ വാങ്ങേണ്ടി വന്നു. കാരണം അവർക്ക് പരിമിതമായ സൗകര്യമല്ലേ ഉള്ളൂ. ഇപ്പോൾ മാധ്യമപ്രവർത്തകരൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ പരിമിതമായ സൗകര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നെസസിറ്റി എന്നുള്ള ലെവലിലാണ് നമ്മളിതൊക്കെ വാങ്ങിയിരിക്കുന്നത്. എന്നിട്ടും ഇത്രയൊക്കെ വാങ്ങിയിട്ടും 3,83,000 രൂപ ചിലവായിട്ടുള്ളൂ. അതെല്ലാം തന്നെ ദേവസ്വം ബോർഡിൻ്റെ സ്വത്തായി മാറിയിരിക്കുകയാണ്. നമ്മുടെ രജിസ്റ്ററിൽ കൃത്യമായി എന്തൊക്കെ വാങ്ങി, ഏതൊക്കെ വാങ്ങി, ഇപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് എന്ന് കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് കിടക്കാൻ വേണ്ടി മാത്രം 1.5 ലക്ഷം രൂപ ചിലവാക്കി അത് മുഖ്യമന്ത്രി എടുത്തുകൊണ്ട് പോയി എന്നുള്ള മട്ടിലാണ് ഇവിടെ വ്യാപകമായ പ്രചരണം നടക്കുന്നത്. ഇതൊക്കെ തെറ്റാണ്. അടുത്ത പ്രചരണം എന്താ? ഭജഗോവിന്ദൻ. സത്യത്തിൽ ഞങ്ങൾ ഭജഗോവിന്ദൻസിനെ ഒരു ഭജന വേണം. നമുക്ക് അയ്യപ്പ സംഗമമാകുമ്പോൾ സ്വാഭാവികമായും പിന്നെ ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ വേണമല്ലോ തുടങ്ങാൻ. അങ്ങനെ ഭജഗോവിന്ദൻസിൻ്റെ ഭജന ഞങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുകയും അത് ഏജൻസിയെ ബന്ധപ്പെടുകയും ചെയ്തു. അവരത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അവർ തന്നെ എസ്റ്റിമേറ്റിൽ ഈ ഭജൻ ഇത് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് അസൗകര്യം അറിയിച്ചു. അസൗകര്യം അറിയിച്ചപ്പോഴാണ് നമ്മൾ ഇഷാൻ ദേവിലേക്ക് നമ്മൾ പോകുന്നത്. ഇഷാൻ ദേവ് തന്നെ കുറേ കലാകാരൻ വച്ച് വിവിധ ക്ഷേത്രകലകളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ശങ്കർ രാമകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണിത് സംഘടിപ്പിച്ചത്. ഗംഭീരമായ പരിപാടിയായിരുന്നു. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഈ ഏജൻസി IIIC എന്ന് പറയുന്ന ഏജൻസി നേരത്തെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഗോവിന്ദൻ ഭജൻസ് എന്നുണ്ടായിരുന്നു. പിന്നീട് വിജയൻ അസോസിയേറ്റ്സ് പിന്നീട് ആ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലും അതുണ്ടായിരുന്നു. എന്നാൽ വിജയൻ അസോസിയേറ്റ്സിനൊരു തെറ്റുപറ്റി. കാരണം നമ്മൾ ഈ എമൗണ്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാണ് ഇഷാൻ ദേവിനാണ്. പേയ്മെൻറ്റും വൗച്ചറും ഒക്കെ കൊടുത്തിരിക്കുന്ന ഇഷാൻ ദേവിനാണ്. അത് മാത്രമല്ല, നമ്മൾ ആഗോള അയ്യപ്പ സംഗമം റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള മാധ്യമങ്ങളെല്ലാം ലൈവ് കൊടുത്ത ചില മാധ്യമങ്ങളുണ്ട്. ആദ്യ തുടക്കത്തിൽ ലൈവ് കൊടുക്കുമ്പം PS പ്രശാന്തും നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയും മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളുള്ള വേദിയിൽ ഇഷാൻ്റെ കലാപരിപാടി അവിടെ കണ്ടതാണ്. അത് പുതുമയല്ല, എല്ലാ മാധ്യമങ്ങളും അത് ഏകദേശം മാധ്യമങ്ങൾ ആ സമയത്ത് സംപ്രേഷണം ചെയ്യുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഒരു പുതുമയായി ഇങ്ങനൊരു ക്രമക്കേട് നടന്നു എന്ന തരത്തിലാണ് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വക്രീകരിക്കുക എന്ന് പറയുന്നത്. ഇലക്ഷൻ പ്രമാണിച്ച് ഇതൊക്കെ വക്രീകരണം നടക്കുകയാണ്. അതെല്ലാവരും കണ്ടതാണ്. ഒരു മാധ്യമമല്ല, എല്ലാ മാധ്യമങ്ങളും കൊടുത്തു.
അപ്പോൾ അതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഏജൻസിക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നൊരു പിശകും പിന്നെ ഈ വിജയൻ അസോസിയേറ്റ്സിന് ഒരു പ്രശ്നം പറ്റിയത് അവർ ആർക്കാണ് വൗച്ചർ കൊടുത്തത്, ആരുടെ അക്കൗണ്ടിലേക്കാണ് അത് പോയത് എന്നുകൂടി പരിശോധിക്കണമായിരുന്നു. അപ്പോൾ അതിലൊരു പിശക് പറ്റി. 4 ലക്ഷം രൂപയെ നമ്മൾ ഇതുവരെ ഈ പറയുന്ന ഇഷാൻ ദേവിന് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ വിജയ് യേശുദാസിന് ഇഷാൻ ദേവിൻ്റെ പരിപാടിയെക്കുറിച്ചൊരു കൺഫ്യൂഷനുള്ളൂ. അതായത് ആ പരിപാടി കുറച്ച് നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് ഡ്യൂറേഷനുള്ള പരിപാടിക്ക് ആ പണം മുടക്കിയെന്ന് പറഞ്ഞു. അത് ക്ഷേത്ര കലാകാരന്മാരെ പാരമ്പര്യ കലാകാരന്മാരെ ഉൾപ്പെടുത്തി പ്രത്യേക ഒരു ഫ്യൂഷനാണ് നമ്മൾ അവതരിപ്പിച്ചത്. എൻ്റെ ഓർമ്മയിലൊരു അതായത് പുറത്ത് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്ന ഭക്തന്മാരടക്കം ആ പരിപാടിയിൽ ലയിച്ചിരിക്കുന്ന വിഷ്വലൊക്കെ ആ സമയത്ത് ദൃശ്യങ്ങളിൽ വന്നതാണ്. അപ്പോൾ ഈ പരിപാടിയെ സംബന്ധിച്ച് ഇത് കൊടുക്കേണ്ടതുണ്ടോ, അതിലെന്തെങ്കിലും ക്രമക്കേടുണ്ടോ? 8 മണിക്ക് ശേഷമാണ് ആ പരിപാടി ആരംഭിക്കുന്നത്. നിങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഏതാണ്ട് പരിപാടി തുടങ്ങുന്നത് വരെ 10 മണിക്ക് പരിപാടി തുടങ്ങുന്നത് വരെ CM അതിഥികൾ എത്തുന്നത് വരെ ആ പരിപാടി തുടർന്നു. സത്യത്തിൽ ക്ഷേത്രകലകൾ 25ഓളം ക്ഷേത്രകലകൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ ഒരു വാദ്യകലാ പ്രകടനമായിരുന്നു അവിടെ നടന്നത്. അപ്പോൾ അതിനെയൊക്കെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതൊക്കെ എല്ലാവരും കണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇല്ലാത്തൊരു പരിപാടി നടത്തി, ഇല്ലാത്തൊരു പരിപാടിക്ക് പൈസ കൊടുത്തു എന്നുള്ള തരത്തിലാണ്. ഇതിനിടയ്ക്ക് ഗോവിന്ദൻ ഫജൻസിലേക്ക് പോയി അവരോട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു, അവരെ ഇൻ്റർവ്യൂ എടുക്കുന്നു. വല്ലാത്തൊരു പ്രതീതിയാണ്, ഒരു വസ്തുതാവിരുദ്ധമായ പ്രതീതിയാണ് ഈ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. കൃത്യമായ പരിപാടി നമ്മൾ പൊതുമധ്യത്തിൽ നടത്തുകയും ലൈവായി കൊടുക്കുകയും ഇഷാൻ ദേവിൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പൈസ കൃത്യമായി കൊടുക്കുകയും ചെയ്തു. അതിൽ ഏജൻസിക്കും നമ്മുടെ വിജയൻ അസോസിയേറ്റ്സിനും ഒരു പിഴവ് പറ്റി. പ്രശാന്ത്, അതാണ് ഒരു കാര്യം. ഈ വിവാദങ്ങളൊക്കെ ഉള്ള ഒരു സംഭവത്തിലെ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ച? കാരണം ദേവസ്വം ബോർഡിനെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സംബന്ധിച്ച് പരിശോധിക്കാനോ ദേവസ്വം ബോർഡിൻ്റെ വേർഷൻ കേൾക്കാനോ, ഒപ്പം തന്നെ ഇപ്പോൾ പ്രശാന്തിനെ പറഞ്ഞതുപോലെ ഈ നന്ദഗോവിന്ദം ഭജനെ സംബന്ധിച്ച്, ഒപ്പം തന്നെ ഇഷാൻ്റെ പരിപാടിയെ സംബന്ധിച്ച്, ഈ കിടക്ക വാങ്ങിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു സൂക്ഷ്മതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും സൂക്ഷ്മതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ആദ്യം കൊടുത്തൊരു ഇൻ്റർനൽ റിപ്പോർട്ടുണ്ടല്ലോ, ആ ഇൻ്റർനൽ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ 3 കോടി രൂപ ഞങ്ങൾ അഡ്വാൻസ് എടുത്തിരുന്നു, ഇന്ന ഹെഡിൽ നിന്ന് അഡ്വാൻസ് എടുത്തിരുന്നു, അത് തിരിച്ച് റിക്യൂപ്പ് ചെയ്തു, നമുക്ക് ഏതാണ്ടൊരു 5 കോടിക്കകത്ത് ഇത് നിർത്തണം എന്നാണ്, ഇതിൻ്റെ ചെലവ് ചുരുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പിന്നീട് ഇപ്പോൾ കൊടുത്ത റിപ്പോർട്ടിനെ സംബന്ധിച്ച് വലിയ പിഴവ് ദേവസ്വം കമ്മീഷണർ ഓഫീസിന് പറ്റിയിട്ടുണ്ട്. കാരണം വിജയൻ അസോസിയേറ്റ്സ് ആണ് ഇൻ്റേണൽ ഏജൻസി. കോടതി എന്താ പറഞ്ഞത്, അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ ഒരു ഇൻ്റേണൽ ഏജൻസിയെ വെച്ച് കൃത്യമായി ആഡിറ്റ് ചെയ്ത് ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ വഴി കോടതി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻ്റേണൽ റിപ്പോർട്ട് കൊടുത്തു. രണ്ടാമത്തെ ഇൻ്റേണൽ റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥ വീഴ്ച, അക്ഷന്തവ്യമായ അപരാധം, ഇത്രയും വ്യാപകമായ പ്രചരണങ്ങൾക്ക് വഴിവെക്കുന്ന രീതിയിൽ ദേവസ്വം കമ്മീഷൻ ഓഫീസിന് ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കാരണം വിജയൻ അസോസിയേറ്റ്സ് സ്വാഭാവികമായും ഒരു റിപ്പോർട്ട് ദേവസ്വം കമ്മീഷൻ ഓഫീസിൽ കൊടുക്കുമ്പോൾ ആ കമ്മീഷണർ ഓഫീസ് സാധാരണ ചെയ്യേണ്ടത്, ഞങ്ങളൊക്കെ ചെയ്തിരുന്നൊരു കാര്യം, ആദ്യം അക്കൗണ്ട്സ് ഓഫീസറെ വിളിക്കും, പിന്നെ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിക്കും, അവരുമായൊരു സ്ക്രൂട്ടിനി നടത്തും, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും, പിന്നീട് ദേവസ്വം ബോർഡ് കണ്ട് വിലയിരുത്തി ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമാണ് ദേവസ്വം കമ്മീഷണർ വഴി സ്പെഷ്യൽ കമ്മീഷണർ നൽകി. ഇവിടെ ജയകുമാർ സാറും ബോർഡും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാണാതെയാണ് ഇവർ കൊടുത്തത്. അതിലൊരു വീഴ്ച എന്തായാലും ഈ ഉദ്യോഗസ്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രശാന്ത്, ഒരു കാര്യം കൂടി, ഈ ഉദിപ്പരിപ്പിച്ച പലതരത്തിലുള്ള കഥകളുണ്ട്. ഈ കഥകൾ ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയ താല്പര്യമുള്ളവർ പലതരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നേരത്തെ പോറ്റിയെ കയറ്റിയ പാട്ടായിരുന്നു എങ്കിൽ പുതിയ പാട്ട് അവരുണ്ടാക്കുന്നുണ്ട്. AI സാങ്കേതിക വഴി പുതിയ വീഡിയോസ് നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ സാഹചര്യം PS പ്രശാന്തിനറിയാം. പക്ഷേ മൂന്നാറിൽ വരെ, ടൂറിസ്റ്റ് കേന്ദ്രം മൂന്നാറിൽ വരെ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് റൂമെടുത്തു എന്നതാണ് ഒരു പ്രചരണം. അല്ല, വ്യാപകമായി പ്രചരിപ്പിക്കുകയാണത്. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. മൂന്നാറിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ പേരിൽ റൂമെടുത്തു, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് അവിടെയായിരുന്നു. സത്യത്തിൽ അങ്ങനൊരു പ്രചരണം ഇല്ല, അങ്ങനൊരു മൂന്നാറിൽ റൂം എടുത്തിട്ടേ ഇല്ല. ഇതേ മാധ്യമങ്ങൾ തലേദിവസം PS പ്രശാന്തിനോട് കാണുകയാണ്, ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട്, പന്തലുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന് പ്രതികരണം എടുക്കുന്നുണ്ട്. നമ്മൾ പുലർച്ചെ വരുമ്പോൾ PS പ്രശാന്ത് അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്താൻ അവിടെ ഉണ്ട്. ഇതിനിടയിൽ എവിടെയാണ് മൂന്നാറിൽ പോയതെന്നത്? ഞാൻ ഒരാഴ്ച കൊണ്ട് പമ്പയിലുണ്ടായിരുന്നു, ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ പമ്പയിലുണ്ടായിരുന്നു. അതോടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് പ്രചരണത്തിൻ്റെ നിധാനം എന്ന് പറയുന്നത്, എരുമേലി വൈൽഡ് മിസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിൽ
തലേദിവസം പരിപാടിയുടെ തലേദിവസം ഈ കുമരകത്തെയാണല്ലോ നമ്മൾ ഈ പ്രോട്ടോക്കോൾ വിഭാഗം വഴിയാണ് ഞങ്ങൾ ഈ അക്കോമഡേഷനൊക്കെ ചെയ്തത്. അപ്പോൾ അത് തികയാതെ വന്നപ്പോൾ നമ്മുടെ ADGP ശ്രീ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. അവരെല്ലാം കഴിഞ്ഞ 2, 3, 4 ദിവസം കൊണ്ട് അവിടെ ഉണ്ട്, തുടർച്ചയായിട്ട് അവിടെ ഉണ്ട്. അവർ വലിയ പോലീസിൻ്റെ ഒരു നിർണായകമായ ഇടപെടൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. 3-4 ഉദ്യോഗസ്ഥന്മാർ, വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അങ്ങനെ ബന്ധപ്പെടുമ്പോഴാണ് എരുമേലിയിൽ ഇങ്ങനെ ഒരു റിസോർട്ടിലേക്ക് പെട്ടെന്ന്, അത് വൈകുന്നേരമാണ്, രാത്രിയും കണ്ടാണ് അവർ ചെന്നത് തന്നെ. അപ്പോൾ അതിൽ അവർ താമസിച്ചതിന് ശേഷം പിന്നെ അതിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഹോട്ടലിൽ നിന്ന് ബില്ല് കൈമാറുന്നത് ദേവസ്വം കമ്മീഷണർ അല്ലെങ്കിൽ ദേവസ്വം സെക്രട്ടറി എന്ന പേരിലാണ്. അവർ ദേവസ്വം പ്രസിഡൻറ്റ് ദേവസ്വം ബോർഡ് എന്ന് എഴുതി ബില്ല് കൊടുത്തു, എന്നിടത്ത് ബില്ല് കൊടുത്തു. അതിൻ്റെ പേരിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മൂന്നാറിൽ റിസോർട്ട് എടുത്തു, മറിച്ചത് എന്നുള്ള വ്യാപകമായ പ്രചരണം. ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് ഈ വസ്തുതാവിരുദ്ധമായി വക്രീകരിച്ചുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിൻ്റെ പിന്നിൽ. ഇതെല്ലാം ഒരു തിരഞ്ഞെടുപ്പിനെ ലാക്കാക്കിയാണ് നടക്കുന്നത്. ഞങ്ങൾ ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ഒരു ഇലക്ഷനിലായിപ്പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശബരിമല ഞങ്ങളുടെ ബോർഡ് വന്നതിന് ശേഷം ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ 2 സീസൺ, ഇത്രയും ചരിത്രപരമായ ഒരു സീസൺ നടത്തിയിട്ടുണ്ടോ? അതിലും വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. ഓൺലൈൻ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. പക്ഷേ എന്നിട്ടും വളരെ കുറ്റമറ്റ രീതിയിൽ അത് നടത്തി പൂർത്തിയാക്കാനായി. ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷോപലക്ഷം, കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ ലക്ഷോപലക്ഷം ആളുകളാണ് ഇപ്രാവശ്യം വന്നത്. ഈ 2 വർഷവും ലക്ഷോപലക്ഷം ആളുകൾ, ചരിത്രത്തിൽ വന്നിട്ടില്ലാത്ത ലക്ഷോപലക്ഷം ജനങ്ങൾ വന്നിട്ടും അവർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ, സംതൃപ്തമായ ഭഗവാനെ തൊഴുതും മലയിറങ്ങുവാനുള്ള ഒരു അവസരം ഈ ബോർഡും ഈ സർക്കാരുമാണ് ചെയ്തത്. സത്യത്തിൽ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതല്ലേ മുഖ്യം? അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ അത് അന്വേഷിക്കണം, അറസ്റ്റ് ചെയ്യണം, തർക്കമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം കൂടി പറയണ്ടേ? നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. അയ്യപ്പ സംഘം എന്തിനു വേണ്ടിയാണ് സംഘടിപ്പിച്ചത്? ശബരിമല എന്ന് പറയുന്ന ഒരു ആഗോള പിന്നെ മേഖല, സമഗ്ര വികസനം. അത് വിദേശത്തു നിന്നും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒട്ടേറെ ഭക്തർ വരുന്നു. അപ്പോൾ അവിടെ ആവശ്യമായ വികസനം വേണം. ആ വികസനം എങ്ങനെയായിരിക്കണം? പ്രകൃതി സൗഹൃദമായിരിക്കണം. അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ, ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ ഈ ദേവസ്വം ബോർഡിനും എഞ്ചിനീയറിംഗ് കോളേജിനും നമുക്കും മാത്രമേ ഈ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് അറിയാവൂ. അപ്പോൾ അത് ലോകത്തെമ്പാടുമുള്ള ഭക്തജനങ്ങളെ വിളിച്ചുകൂട്ടി അവരുടെ മുന്നിൽ അവതരിപ്പിക്കണം. എന്നിട്ട് അവരുടെ എല്ലാ വിധത്തിലുമുള്ള അവരുടെ പങ്കാളിത്തം വേണം, ആശയപരമായ പങ്കാളിത്തം വേണം, എല്ലാ വിധത്തിലുമുള്ള പങ്കാളിത്തം വേണം. അതിന് ഇടവരുത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് കൃത്യമായി ഞങ്ങളവിടെ അവതരിപ്പിച്ചു. മാത്രമല്ല, അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? പിന്നെ ക്രൗഡ് മാനേജ്മെൻറ്റ്. ആ ക്രൗഡ് മാനേജ്മെൻറ്റുമായൊരു സെക്ഷൻ കൃത്യമായി നടന്നു. പിന്നെ നമ്മുടെ ഈ പിന്നെ എന്താ പറയുക, ടൂറിസവുമായി ബന്ധപ്പെട്ട്, ആത്മീയ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ഇതൊക്കെയാണ് അവിടെ നടന്നത്. സത്യത്തിൽ അതിൻ്റെ ഒരു നല്ല ഉദ്ദേശം പോലും വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ വിവാദത്തിലേക്ക് വന്നാൽ, സത്യത്തിൽ ഞങ്ങൾ പറയുന്നു, അയ്യപ്പ സംഗമം നടന്നതുകൊണ്ട് മാത്രമാണ് ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത്. ഈ 2025 കൊണ്ടുപോയ പിന്നെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയതൊക്കെ സെപ്റ്റംബർ 7 ഞങ്ങൾ കൊണ്ടുപോകുന്നു. അപ്പോഴാണ് കോടതി അറിയിച്ചില്ല എന്നൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നു. കോടതി അത് അന്വേഷിക്കാൻ പറയുന്നു. ആരെയാണ് ചുമതലപ്പെടുത്തുന്നത്? ഞങ്ങളുടെ SP ആണ് ചുമതലപ്പെടുത്തുന്നത്. SP അന്വേഷിച്ചിട്ട് പറയുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, മാനുവൽ പ്രകാരമാണ്, ഉദ്യോഗസ്ഥരാണ് കൊണ്ടുപോയത്, ഉണ്ണികൃഷ്ണൻ പൊട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ടില്ല, നല്ല സുതാര്യമായ കാര്യങ്ങളിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കോടതിയെ അറിയിച്ചില്ല എന്നുള്ളൊരു തെറ്റ് സംഭവിച്ചു. ഞങ്ങൾ എന്ത് ചെയ്തു? സാഷ്ടാംഗം മാപ്പ് പറഞ്ഞു കൊടുത്തു. കാരണം കോടതിയെ അറിയിക്കുക എന്നുള്ളത് വലിയ പിന്നെ അറിയിക്കാതെ കൊണ്ടുപോയി എന്നൊരു തെറ്റ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ദേവസ്വം ബോർഡ് സെക്രട്ടറി മാപ്പ് പറയുന്നു. കോടതി അതിന് പെർമിഷൻ, വീണ്ടും നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള പെർമിഷൻ തരുന്നു. അത് നമ്മളിവിടെ അതായത് സെപ്റ്റംബർ 12 ആ വിഷയം അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞു. പിന്നെ എപ്പോഴാണ് ഇത് പുറത്തു വരുന്നത്? സെപ്റ്റംബർ 20 അയ്യപ്പ സംഗമം. 17-ാം തീയതി രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ വരികയാണ് ഒരു ചാനലിൽ കൂടി. താങ്ങ് പീഠം ഞാൻ എക്സിക്യൂട്ടീവ് ഓഫീസിൽ സമർപ്പിച്ചിരുന്നു, അതിപ്പോൾ കാണുവാനില്ല. വലിയ പ്രശ്നമായി. അപ്പോൾ സ്വാഭാവികം 17-ാം തീയതിയാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ വാസവൻ, ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ രാജിവെക്കണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസാദിനെ, സ്വർണ്ണക്കള്ളനായ പ്രസാദിനെ ചവിട്ടി പുറത്താക്കണം. ഇതായിരുന്നു. ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടു എന്നൊക്കെയാണെന്ന്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദിവ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്ക് പിടിച്ചുകൊണ്ടാണ് ഈ പ്രസ്താവനയും ഈ കാര്യങ്ങളും ഒക്കെ വരുന്നത്. അന്വേഷണം നടക്കുന്നു, കോടതി ഇടപെടുന്നു. കോടതി സ്വാഭാവികമായും വീണ്ടും ഞങ്ങളുടെ SP തന്നെ ഈ അന്വേഷണം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു സഹായി വാസുദേവൻ പോറ്റി ഈ SP-യുടെ വിങ്ങിലുള്ള ഒരു SI വിളിക്കുകയാണ്. ഞാൻ ഈ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്ങുപീഠം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, അത് ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലുണ്ട് എന്നൊക്കെ പറയുന്നു. അവിടെ പോയി നമ്മുടെ SP ടീമും പോയി അറസ്റ്റ് ചെയ്യുന്നു. അവിടെ മുതലാണ്
ഈ സ്വർണ്ണക്കൊള്ളയുടെ വിവാദം ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മുതലാണ് സത്യത്തിൽ ഈ വിവാദം തുടങ്ങുന്നത്. അപ്പം അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ പോറ്റിയും ചില UDF നേതാക്കൾ അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു. പോറ്റിയും ചില UDF നേതാക്കളും കൂടി ആസൂത്രണം ചെയ്ത ഈ ആരോപണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കുരുക്കായി മാറിയതും ഇപ്പോൾ ഈ 2017 കൊടിമരം ഉൾപ്പെടെയുള്ള ഭഗവാന്റെ നിശ്ചയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കാരണം 2025 വിവാദമൊക്കെ കഴിഞ്ഞല്ലോ. പക്ഷേ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ആരാണ് പറയിപ്പിച്ചത്? ഭഗവാൻ പറയിപ്പിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ അങ്ങനെയാണ് അയ്യപ്പ സംഗമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്തു വരുന്നത്. അതും കൂടി നമ്മൾ കാണണ്ടേ? അപ്പോൾ അതിനെയൊക്കെ വക്രീകരിച്ചുകൊണ്ട് ഇത് ഈ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ഇല്ലാതാക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശബരിമല എന്ന് പറയുന്നത് ഒരു ആത്മീയ കേന്ദ്രമാണ്. ലോകത്തെമ്പാടും ഭക്തരെത്തുന്ന ആ വിശ്വാസത്തെ, ആ ക്ഷേത്രത്തെ കേവലം 2 വോട്ടിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് UDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിയാണോ എന്ന് UDF നേതാക്കൾ തിരിച്ചറിയണം. നിങ്ങൾ നോക്കൂ, പോറ്റിയെ കയറ്റിയത് ആരാണ്? എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ഒരു പഞ്ചായത്ത് ഇലക്ഷനിലൂടെ ഉപയോഗിച്ചിരുന്നത്? ഇപ്പോൾ ആരാ വന്നിരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായൊരു തിരിച്ചടി അവർക്കുണ്ടാവും. ഈ പ്രചരണങ്ങളെല്ലാം UDFന് ജനം തിരിച്ചറിയും. ഈ പ്രചരണങ്ങളെല്ലാം UDFന് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിനയായി മാറും എന്ന കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. തീർച്ചയായും PS പ്രശാന്ത് ഇത് സംബന്ധിച്ച് നിലവിൽ അവസാനമുണ്ടായ വിവാദം സംബന്ധിച്ച് സമഗ്രമായ പ്രതികരണമാണ് കൈരളി ന്യൂസിന് എക്സ്ക്ലൂസീവായി അദ്ദേഹം നടത്തിയത്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ PS പ്രശാന്തിനോട് ചോദിച്ചു. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പരിപാടി സംബന്ധിച്ചിട്ടുള്ള വിവാദം, ഒപ്പം തന്നെ റിസോർട്ടിൽ റൂമെടുത്തു, മൂന്നാറിൽ റൂമെടുത്തു, മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രം അവിടെ കട്ടിൽ വാങ്ങി 1.5 ലക്ഷം രൂപ ചിലവാക്കി. ആ കട്ടിൽ എവിടെയെന്നിപ്പോൾ അറിയില്ല, എൻ്റെ കണക്കില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു പരാമർശവും ആ റിപ്പോർട്ടിലില്ല. ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച്, കലാപരിപാടിയെ സംബന്ധിച്ച് എത്ര രൂപയാണ് മുടക്കിയത്, അതിൻ്റെ വൗച്ചർ ആർക്കാണ് പേയ്മെൻറ്റ് നൽകിയത്, ഇത്തരം വസ്തുതകളൊന്നും പരിശോധിക്കാതെ ഇടതുപക്ഷത്തിനെതിരെ എന്ത് ലഭിച്ചിരുന്നാലും അതിൻ്റെ വസ്തുത പോലും പരിശോധിക്കാതെ കണ്ണും പൂട്ടി വാർത്ത നൽകിയ ചില മാധ്യമങ്ങളുണ്ട്. അതിനെ ഏറ്റെടുത്ത് ഇപ്പോൾ ജാഥയിലും ഈ പറയുന്ന പ്രതിഷേധ പരിപാടിയിലൊക്കെ തന്നെ സംസാരിക്കുന്ന നേതാക്കളുണ്ട്. അവർക്കുള്ള മറുപടി കൂടിയാണ് PS പ്രശാന്ത് നൽകുന്നത്. ഈ മറുപടി വ്യക്തമായി മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന തരത്തിലുള്ള വിവാദമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ പാട്ട് പാടിയവർക്ക് തന്നെ ആ പാട്ട് മാറ്റേണ്ടിയും ആ പുതിയ പാട്ടിന് പിന്നാലെ പോകേണ്ടിയും വന്നു. പുതിയ വിവാദവുമായി വീണ്ടും വന്നിരിക്കുകയാണ്. അതിൽ പിന്നിൽ വ്യക്തമായി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ രാഷ്ട്രീയമാണ് എന്നതാണ് മുൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് കൈരളി ന്യൂസിനോട് ആ വിവരങ്ങൾ, വിശദാംശങ്ങൾ, വസ്തുതകൾ അടക്കം വിവരിച്ചുകൊണ്ട് വിശദമാക്കിയത്.